Radio Janvani 90.8 FM. Radio Janvani 90.8 FM. Janvani 90.8 FM Radio. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജൻവാണി 90.8 FM കമ്മ്യൂണിറ്റി റേഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM-ലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രമേഹത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി USV നടത്തുന്ന CSR സംരംഭമായ ബീറ്റ് ഡയബറ്റിസ് എന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഷിഫ്റ്റ് തൊഴിലാളികൾക്കിടയിൽ ഫലപ്രദമായ പ്രമേഹ നിയന്ത്രണത്തിന് അനുയോജ്യമായ ഭക്ഷണക്രമവും ഔഷധതന്ത്രങ്ങളും. പ്രമേഹത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനായി USVയുടെ CSR സംരംഭമായ ബീറ്റ് ഡയബറ്റിസ് എന്ന പരിപാടി ഇന്ന് ഞങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കൂടെ സ്റ്റുഡിയോയിൽ ഡോക്ടർ മിനി ജി പിള്ള ഞങ്ങളോടൊപ്പമുണ്ട്. അവർ എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റാണ്. ഇന്ത്യയിലെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കിടയിൽ ഫലപ്രദമായ പ്രമേഹ മാനേജ്മെൻറ്റിനായി തയ്യാറാക്കിയ ഭക്ഷണക്രമം, മരുന്നുതന്ത്രങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തൻ്റെ വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ അവർ പങ്കുവയ്ക്കുന്നു. ക്രമരഹിതമായ ജോലി സമയം, ഭക്ഷണ സമയത്തിലെ മാറ്റം, ഉറക്ക അസ്വസ്ഥതകൾ, സമ്മർദ്ദം എന്നിവ ഇന്ത്യൻ ഷിഫ്റ്റ് തൊഴിലാളികൾക്ക് വെല്ലുവിളികൾ ഉയർത്തുന്നു. ഇന്ത്യയിൽ പോഷകാഹാരക്കുറവ് പലപ്പോഴും കലോറി ഉപഭോഗത്തിന്റെ കാഴ്ചയിലൂടെ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അതേസമയം അവശ്യ വിറ്റാമിനുകളുടെയും സൂക്ഷ്മ പോഷകങ്ങളുടെയും കുറവുകൾ വലിയ തോതിൽ അവഗണിക്കപ്പെടുന്നു. മൈക്രോ ന്യൂട്രിയന്റ് പോഷകാഹാരക്കുറവ് എന്നറിയപ്പെടുന്ന ഈ കുറവുകൾ ദുർബലമായ പ്രതിരോധശേഷി, മോശം മാനസികാരോഗ്യം, വിട്ടുമാറാത്ത രോഗങ്ങൾ തുടങ്ങിയ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഷിഫ്റ്റ് തൊഴിലാളികളിൽ പ്രമേഹ നിയന്ത്രണത്തിന് ഈ വെല്ലുവിളികളെ അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണതന്ത്രങ്ങളും മരുന്ന് മാനേജ്മെന്റും മറ്റും നമുക്ക് ആവശ്യമാണ്. ക്രമരഹിതമായ ഭക്ഷണക്രമം ഉപയോഗിച്ച് ഷിഫ്റ്റ് തൊഴിലാളികൾക്ക് അവരുടെ പ്രമേഹത്തെ എങ്ങനെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയും? ജനവാണി FM ശ്രോതാക്കൾക്ക് നമസ്കാരം. ഷിഫ്റ്റ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പ്രമേഹ നിയന്ത്രണം എങ്ങനെ സുഗമമായി സാധിക്കാം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാൻ ഈ അവസരം തന്നതിന് നന്ദി പറയുന്നു. ജോലി സമയം എല്ലാ ദിവസവും ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരേപോലെ ആയിരിക്കണം എന്നില്ല. എന്നാൽ എപ്പോഴാണെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് കൃത്യമായുള്ള ഇടവേളകളിൽ ഏകദേശം 4-6 മണിക്കൂർ കൂടുമ്പോൾ പ്രമേഹബാധിതർക്ക് കഴിക്കാവുന്ന രീതിക്കുള്ള ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. നട്ട്സ്, നിലക്കടല, പഴം എന്നിങ്ങനെ ലഘുവായിട്ടുള്ള ഭക്ഷണം ശരിയായ അളവിൽ കരുതിയാൽ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണാതീതമായി കൂടുന്ന രീതിക്കുള്ള അനാരോഗ്യകരമായ വറപൊരി ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. ഷിഫ്റ്റ് ജോലിക്കാർ ഭക്ഷണം കഴിക്കുന്ന സമയം എങ്ങനെയായിരിക്കണം? ഭക്ഷണം മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. ഷിഫ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് പതുക്കെ ദഹിക്കുകയും ദീർഘസമയത്തേക്ക് ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്, തവിടുള്ള അരി, മില്ലറ്റ്സ്, ആട്ട തുടങ്ങിയവ, പ്രോട്ടീൻ ധാരാളമുള്ള കടല, പരിപ്പ്, പയർ തുടങ്ങിയവയോടൊപ്പം കഴിക്കുക. ഒപ്പം നാര് ധാരാളമുള്ള പച്ചക്കറികളും കഴിക്കുന്നത് നല്ലതാണ്. ഷിഫ്റ്റിനിടയ്ക്ക് ലഘുഭക്ഷണമായി നിശ്ചിത സമയത്ത് നട്ട്സ്, പഴം, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കൊണ്ടുള്ള സാലഡ് മുതലായവ ഉപയോഗിക്കാം. പോഷകാഹാരത്തിന്റെ കാര്യത്തിൽ ഈ ഭക്ഷണങ്ങൾക്ക് എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്? രക്തത്തിൽ പഞ്ചസാരയുടെ ദ്രുതഗതിയിലുള്ള ഏറ്റക്കുറച്ചിൽ തടയാൻ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തവിടോടുകൂടിയ അരി, ഹോൾ വീറ്റ് ആട്ട, മില്ലറ്റ്സ് അഥവാ ചെറുധാന്യങ്ങൾ എന്നിവയാണ് ബസ്മതി അഥവാ പോളിഷ് റൈസ്, മൈദ തുടങ്ങിയവയേക്കാൾ നല്ലത്. കൂടെ പ്രോട്ടീൻ ധാരാളമുള്ള പയറ്, കടല, പരിപ്പ് വർഗ്ഗങ്ങളും ഓരോ നേരവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. നാരുകൾ, ജീവകങ്ങൾ, ധാതുലവണങ്ങൾ ഇതെല്ലാം ധാരാളമുള്ള പച്ചക്കറികളും പഴങ്ങളും ദിവസം 5 പ്രാവശ്യമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. നാൽക്കാലികളുടെ മാംസം പ്രമേഹം, ഹൃദ്രോഗം തുടങ്ങിയവയുടെ മാത്രമല്ല പലതരം ക്യാൻസറുകളുടെയും സാധ്യത കൂട്ടുന്നു. അതുകൊണ്ട്
അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കണം. ആവിയിൽ വേവിക്കുക, ഗ്രില്ലിങ് ഇതെല്ലാം എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കും. എണ്ണ, നെയ്യ് മുതലായവ ശരീരഭാരം കൂട്ടുന്നു, പ്രമേഹം വഷളാക്കുകയും ചെയ്യും. പോഷകാഹാരത്തിന്റെ കാര്യത്തിൽ ഈ ഭക്ഷണങ്ങൾക്ക് എന്താണ് അവർ ഒഴിവാക്കേണ്ടത്? പോളിഷ്ഡ് റൈസ്, അതായത് തവിട് കളഞ്ഞ അരി, മൈദ കൊണ്ടുണ്ടാക്കുന്ന ബ്രെഡ്, നൂഡിൽസ്, പാസ്ത മുതലായവ, വളരെ എളുപ്പം ദഹിക്കുന്ന വെള്ളയപ്പം, പാലപ്പം മുതലായവയെല്ലാം ഒഴിവാക്കേണ്ടതാണ്. മധുര പലഹാരങ്ങൾ, മധുരമുള്ള പാനീയങ്ങൾ, ചോക്ലേറ്റ്സ്, വറുത്ത ഭക്ഷണങ്ങൾ ഇതെല്ലാം ഒഴിവാക്കണം. ഇന്ന് ഷുഗർ ഫ്രീ ആയിട്ട് ഒരുപാട് മധുര പലഹാരങ്ങൾ, കേക്കും ഐസ്ക്രീമും എല്ലാം കിട്ടും. എന്നാൽ ഇതിലും ധാരാളം കൊഴുപ്പുണ്ടാകും, എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഫാറ്റ് ഉണ്ടാകും. അതുകൊണ്ട് ഇവയും ഒഴിവാക്കേണ്ടതാണ്. കാരണം ശരീരഭാരം കൂടും, അപ്പോൾ പഞ്ചസാരയും കൂടും. ഷിഫ്റ്റ് ജോലിക്കാരിൽ പ്രമേഹ ചികിത്സയിൽ ജലാംശം വഹിക്കുന്ന പങ്ക് എന്താണ്? ജലാംശം നിലനിർത്തേണ്ടത് മറ്റെല്ലാവർക്കും എന്നുള്ളതുപോലെ പ്രമേഹ രോഗികൾക്കും അത്യാവശ്യമാണ്. നിർജ്ജലീകരണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നു. ഷിഫ്റ്റ് തൊഴിലാളികൾ ഷിഫ്റ്റിലുടനീളം ധാരാളം വെള്ളം കുടിക്കണം. ഒരു ദിവസം കുറഞ്ഞത് 2 ലിറ്റർ വെള്ളം. ഇപ്പോഴത്തെ പോലെ വളരെ ചൂടുള്ള കാലാവസ്ഥയിൽ അതിനേക്കാളും കൂടുതൽ വെള്ളം ആവശ്യമാണ്. സോഡ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പഞ്ചസാര ചേർത്ത പഴച്ചാറുകൾ, ധാരാളമായിട്ട് കാപ്പിയും ചായയും കുടിക്കുന്നത് ഇതെല്ലാം കൂടുതൽ യൂറിൻ പോവുകയും പിന്നെ പ്രമേഹത്തിന്റെ കൺട്രോള് കൂടുതൽ മോശമാക്കുകയും ചെയ്യും. പ്രമേഹ ചികിത്സയിൽ ഷിഫ്റ്റ് ജോലിക്കാർക്ക് ഉറക്കം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടോ? അത് കൈകാര്യം ചെയ്യാനുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഉറക്കക്കുറവ് ഇൻസുലിന്റെ കാര്യക്ഷമത കുറയ്ക്കും, പ്രമേഹത്തെ വർദ്ധിപ്പിക്കും. അവധി ദിവസങ്ങളിൽ പോലും സ്ഥിരമായ ഒരു ഷെഡ്യൂൾ ഉറക്കത്തിന് വയ്ക്കുന്നത് നല്ലതാണ്. നമ്മൾ ഉറങ്ങുന്ന റൂമില് കട്ടിയുള്ള കർട്ടനുകൾ ഇടുക, ഇയർ പ്ലഗ്സ് ഉപയോഗിക്കുക. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ശാന്തവും ഇരുണ്ടതുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. അത് ഉറക്കത്തിന് സഹായിക്കും. ഉറങ്ങുന്നതിന് മുമ്പ് കഫീൻ, അതായത് ചായ, കാപ്പി ഇതെല്ലാം, ഹെവി ആയിട്ടുള്ള ഭക്ഷണം, മദ്യം ഇതെല്ലാം ഒഴിവാക്കുക. ജോലി സമയവുമായി ബന്ധപ്പെട്ട അസുഖവും ക്ഷീണവും അവർ എങ്ങനെ കൈകാര്യം ചെയ്യണം? പലരും ജോലി സമയത്ത് ഒരുപാട് പ്രാവശ്യം കോഫി അല്ലെങ്കിൽ ടീ അങ്ങനെ കുടിക്കാറുണ്ട്. ഈ കോഫി അല്ലെങ്കിൽ ടീ കുടിക്കുന്നത് താൽക്കാലികമായിട്ട് നമ്മൾക്കൊരു ഉന്മേഷം സൃഷ്ടിക്കുമെങ്കിലും അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ വരുന്ന ഒരു വ്യത്യാസം കൊണ്ട് നമുക്ക് ക്ഷീണം കൂടുതലായിട്ട് അനുഭവപ്പെടും. അപ്പൊ അതുകൊണ്ട് നിശ്ചിത സമയങ്ങളിൽ ദിവസം 2-3 പ്രാവശ്യം മാത്രം ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്ന ശീലമാക്കുക. പിന്നെ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ്, ഇത് വളരെ നല്ലതാണ്. മൈൻഡ്ഫുൾനെസ് പോലെയുള്ള മെഡിറ്റേഷൻ ടെക്നിക്സ്, ജോലിക്കിടയിൽ നമുക്ക് ചെറിയ ഇടവേളകൾ എടുത്തിട്ട് ലഘുവായിട്ടുള്ള പ്രാണായാമം അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസസ് ചെയ്യുക, ചെറിയ രീതിക്ക് നടക്കുക, സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക. ജോലി ഇല്ലാത്ത സമയങ്ങളിൽ മതിയായ വിശ്രമം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെല്ലാം നമുക്ക് ഒരുപാട് കൂടുതൽ ക്ഷീണം അനുഭവപ്പെടുന്നതിനെ പ്രിവെന്റ് ചെയ്യും. ആവശ്യത്തിന് വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എങ്ങനെ നിർണ്ണയിക്കണം? ഷിഫ്റ്റ് തൊഴിലാളികൾ തങ്ങളുടെ ജീവിതചര്യയിൽ വിവിധ സമയങ്ങളിൽ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കേണ്ടതാണ്. ഭക്ഷണത്തിന് മുമ്പ്, ഭക്ഷണത്തിന് ശേഷം. പഞ്ചസാരയുടെ അളവ് കുറയുന്നതായിട്ട് എന്തെങ്കിലും ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടില്ലേ, അതായത് ഹൈപ്പോഗ്ലൈസീമിയയുടെ എന്തെങ്കിലും ലക്ഷണങ്ങൾ, തലകറക്കം, അമിതമായിട്ട് വിയർപ്പ്, നെഞ്ചിടിപ്പ്, വിശപ്പ് ഇങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെട്ടാൽ ഉടനെ ചെക്ക് ചെയ്യണം. കിടക്കുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇൻസുലിൻ അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാൻ റിസ്ക് കൂടുതലുള്ള എന്തെങ്കിലും മരുന്നുകൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും കിഡ്നിയുടെ അസുഖം, ലിവറിന്റെ അസുഖം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ, അതായത് പഞ്ചസാരയുടെ നില ക്രമാതീതമായിട്ട് കുറയുക, ഇതിനാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. ഇത് ഉണ്ടാവാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ളവർ കൂടുതൽ പ്രാവശ്യം ഷുഗറിന്റെ അളവ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഷിഫ്റ്റ് ജീവനക്കാർ വൈദ്യപാലനം എങ്ങനെ തയ്യാറാക്കി പരിപാലിക്കണം? പ്രമേഹ ചികിത്സയ്ക്കുള്ള ഓരോ മരുന്നുകളും, ഇൻസുലിൻ ആണെങ്കിലും മറ്റേത് മരുന്നാണെങ്കിലും മാറുന്ന ഭക്ഷണക്രമം അനുസരിച്ചിട്ട് സമയം സെറ്റ് ചെയ്യേണ്ടതാണ്. അതായത് പല മരുന്നുകളും ഇന്ന സമയത്ത് ഭക്ഷണം കഴിച്ചാൽ അതിന് മുമ്പ് അല്ലെങ്കിൽ അതിന് പിമ്പ്, ഇത്ര സമയം മുമ്പ്, അങ്ങനെയുള്ളൊരു നിശ്ചിത രീതിക്കാണ് ഉപയോഗിക്കേണ്ടത്. ഷിഫ്റ്റ് തൊഴിലാളികൾക്ക് ഷിഫ്റ്റ് സമയം മാറുന്നതനുസരിച്ചിട്ട് ഭക്ഷണത്തിന്റെ സമയം മാറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ മരുന്നിന്റെ സമയം അതനുസരിച്ചിട്ട് മാറ്റേണ്ടി വന്നേക്കാം. അപ്പൊ ഈ വക കാര്യങ്ങൾ പ്രമേഹ ചികിത്സയ്ക്ക് നമ്മൾ കാണുന്ന ഡോക്ടറെ പ്രത്യേകിച്ച് ചോദിച്ച് ഈ വക കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതാണ്. പ്രമേഹ രോഗികൾ വർഷത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട ടെസ്റ്റുകളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? എല്ലാ വർഷവും നമ്മൾ ഓരോ പ്രാവശ്യവും ഡോക്ടറെ കാണുമ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ടാണ് പോവുക. അതുപോലെ നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യേണ്ട, അതായത് ഓരോ ദിവസം നമ്മൾ വീട്ടിൽ ഗ്ലൂക്കോമീറ്റർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്ന പല സമയങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ റെക്കോർഡ് നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ അത് കാണിക്കണം. HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് 3 മാസം
കൂടുമ്പോഴോ അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോഴോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുക. കൊല്ലത്തിലൊരിക്കലെങ്കിലും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം. പ്രഷർ ഓരോ പ്രാവശ്യം ഡോക്ടറുടെ അടുത്ത് പോകുമ്പോഴേ ചെക്ക് ചെയ്യണം. പിന്നെ കൊല്ലത്തിലൊരിക്കലും നിർബന്ധമായിട്ടും പ്രമേഹബാധിതർ ചെക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് പ്രമേഹം എന്ന് പറയുന്ന അസുഖം നമ്മൾക്ക് രക്തത്തിൽ ഷുഗർ കുറച്ച് കൂടി നിന്നാലും നമുക്ക് പലപ്പോഴും യാതൊരു സിംറ്റംസും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് രക്തത്തിൽ പഞ്ചസാര കൂടി നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മളുടെ ശരീരത്തിലെ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരാനുള്ള, അതായത് രക്തക്കൊഴലുകളുടെ ഇന്നർ ലൈനിങ്ങിനാണ് ഈ പഞ്ചസാര കൊണ്ടുള്ള ഡാമേജ് വരുന്നത്. രക്തക്കൊഴലുകളിൽ കൂടിയാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും പോഷകങ്ങൾ എത്തുന്നത്. ആ അവയവങ്ങൾക്ക് ആവശ്യമായുള്ള പോഷകങ്ങൾ എത്തുന്നത് രക്തക്കൊഴലുകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഈ പ്രമേഹം കൊണ്ടുള്ള ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. പലപ്പോഴും ഈ ഡാമേജ് നമ്മൾ തിരിച്ചറിയുന്നത് വളരെ വൈകുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, കിഡ്നിയുടെ പ്രവർത്തനം 10% താഴെ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുക. പലപ്പോഴും കണ്ണുകളുടെ കാഴ്ച കംപ്ലീറ്റ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ പ്രമേഹം കണ്ണിനെ ബാധിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് എല്ലാ കൊല്ലവും നിർബന്ധമായിട്ടും പ്രമേഹബാധിതർ പ്രമേഹത്തിന്റെ ചെക്കപ്പ് ചെയ്യുന്നതോടൊപ്പം കണ്ണ്, കിഡ്നി, ലിവർ, ഹാർട്ട്, ഇതുപോലെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും പ്രമേഹം മൂലം എന്തെങ്കിലും തകരാറ് വരുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റുകളും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ചെറുപ്പക്കാർക്ക് പ്രമേഹ രോഗം വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. മുമ്പൊക്കെ ടൈപ്പ് 1 പ്രമേഹം എന്നുള്ള ഇൻസുലിൻ നിർബന്ധമായിട്ടും എടുക്കേണ്ട പാൻക്രിയാസിന്റെ തകരാറ് കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രമേഹ രോഗം മാത്രമാണ് കുട്ടികൾക്ക് കാണാറ്. ഇപ്പോൾ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും മുതിർന്ന ആളുകൾക്ക് മാത്രം 40-50 വയസ്സിൽ മാത്രം മുമ്പ് കണ്ടുവന്നിരുന്ന ടൈപ്പ് 2 പ്രമേഹവും വളരെ ചെറുപ്പത്തിൽ 10-15 വയസ്സിൽ അല്ലെങ്കിൽ 20 വയസ്സിലൊക്കെ വളരെ സാധാരണമായിട്ട് ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പക്കാർക്ക് പ്രമേഹം വരുമ്പോൾ പല ഈ പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻസ്, ഇതെല്ലാം ദീർഘകാലം പ്രമേഹം നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതൽ. അതായത് ഒരു 10 കൊല്ലം 15 കൊല്ലം ഒക്കെ പ്രമേഹം നിന്ന് ശരീരത്തിന് അഫക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻസ്, അതായത് കിഡ്നി ഡിസീസ്, ലിവർ ഡിസീസ്, ഹാർട്ട് ഡിസീസ്, ഇതൊക്കെ സാധാരണ കാണുന്നത്. ഇപ്പോൾ വളരെ ചെറുപ്പത്തിലേ തന്നെ പ്രമേഹം വന്നു കഴിയുമ്പോൾ ഈ ആളുകൾക്ക് ഈ ദീർഘകാല കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിലേ തന്നെ തങ്ങളുടെ പഞ്ചസാര വളരെ കറക്റ്റായിട്ട് ഷുഗർ, ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രമേഹം വന്നു കഴിയുമ്പോൾ ആദ്യത്തെ കുറച്ച് കൊല്ലങ്ങൾ പ്രമേഹം കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഇപ്പൊ നമുക്ക് ഡയബറ്റിസ് റിവേഴ്സൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. പണ്ട് ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാത്ത ഒരു അസുഖം ആണ് എന്നുള്ളൊരു ധാരണയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അമിതവണ്ണം കുറയ്ക്കുക, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് നമ്മൾ പ്രമേഹത്തിൽ വളരെ തുടക്കത്തിൽ തന്നെ അഡോപ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രമേഹത്തിന്റെ റിവേഴ്സൽ, അതായത് പ്രമേഹം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലി അഡോപ്റ്റ് ചെയ്യുകയും നമ്മൾ തുടർന്നും അത് കണ്ടിന്യൂ ചെയ്യുകയും വേണം. ഇത് അതിൽ വളരെ പ്രധാനമാണ്. എന്നാലാണ് നമുക്ക് പ്രമേഹം വിട്ടു നിൽക്കുകയുള്ളൂ. അതുപോലെ നമ്മൾ പ്രമേഹം മാറി എന്നുള്ളൊരു ധാരണയുടെ പേരിൽ അത് അവഗണിക്കാൻ ഒരിക്കലും പാടില്ല. നമ്മൾ വളരെ കറക്റ്റായിട്ട് പ്രമേഹം തിരിച്ചു വരുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ വളരെ കൺട്രോളിലാണോ എന്നുള്ളത് തുടർച്ചയായി ചെക്ക് ചെയ്തുകൊണ്ട് വളരെ റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ വേണം. പിന്നെ ചെറുപ്പക്കാർക്കുള്ള ഒരു പ്രമേഹത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, കുട്ടികൾ, ഒരു ഫാമിലി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മളുടെ പ്രമേഹം വളരെ കൺട്രോൾഡ് ആണ് എന്ന് ഉറപ്പുവരുത്തണം. ഇത് വളരെ വളരെ പ്രധാനമാണ്. HbA1c 6 താഴെ ആയിരിക്കുന്നതാണ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ. HbA1c 6 താഴെ അല്ലെങ്കിൽ പ്രമേഹം ഇല്ലാത്ത ഒരാളുടെ ലെവലിൽ ഒരു 5.5 താഴെ ആ രീതിക്ക് ആക്കുന്നതാണ് പ്രഗ്നൻസിക്ക് ഏറ്റവും അഭികാമ്യം. പ്രഗ്നൻസിയിൽ ഷുഗർ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ അത് പലതരത്തിലും ബാധിക്കാം. അതായത് കുഞ്ഞിന് എന്തെങ്കിലും ഏതെങ്കിലും ഒരു മേജർ ഓർഗന്റെ ഡിഫക്റ്റ്, അല്ലെങ്കിൽ ബ്രെയിനിന്റെ ഡിഫക്റ്റ്, അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഡിഫക്റ്റ്, കിഡ്നിയുടെ ഡിഫക്റ്റ്, ഇങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഒരു സാധാരണ പ്രഗ്നൻസിയേക്കാളും കൂടുതലാണ്. അതുപോലെ തന്നെ അബോർഷന്റെ റിസ്ക്, ഗർഭാവസ്ഥയിൽ തന്നെ 6 മാസമാകുമ്പോഴോ 7 മാസമാകുമ്പോഴോ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെടുക, അതായത് അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ സ്റ്റിൽ ബർത്ത് ആയി പോവുക, അങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. അപ്പൊ ഇതുകൊണ്ട് അതുപോലെ തന്നെ പ്രമേഹ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പല മരുന്നുകളും നമുക്ക് പ്രഗ്നൻസിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളല്ല. അപ്പോൾ പ്രമേഹ രോഗികൾക്കുള്ള പ്രഗ്നൻസി എപ്പോഴും ഒരു പ്ലാൻഡ് പ്രഗ്നൻസി ആയിരിക്കണം. പ്രമേഹ രോഗികൾ എപ്പോഴും
തങ്ങളുടെ പ്രമേഹം ചികിത്സിക്കുന്ന ഡോക്ടറെയും ഗൈനക്കോളജിസ്റ്റിനെയും പ്രമേഹം ഉണ്ടെന്നുള്ള കാര്യം ധരിപ്പിക്കുകയും അവരുടെ ഇൻസ്ട്രക്ഷൻസ് വളരെ കെയർഫുൾ ആയിട്ട് ഫോളോ ചെയ്ത് വെയിറ്റ് ക്രമീകരിക്കുക, പ്രമേഹം വളരെ കറക്റ്റായിട്ട് ക്രമീകരിക്കുക, എന്നിട്ട് മാത്രമാണ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യാവുള്ളൂ. പ്രമേഹ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ പ്രഗ്നൻസിയിൽ സേഫ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമ്മൾ കണ്ടിന്യൂ ചെയ്യാവുള്ളൂ. പിന്നെ പ്രഷർ, കൊളസ്ട്രോൾ ഇതെല്ലാം ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാം. ഇതിനെന്തെങ്കിലും കൊളസ്ട്രോളിന്റെ മരുന്നുകളൊന്നും നമുക്ക് പ്രഗ്നൻസിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഡയറ്റിലൂടെയും വ്യായാമത്തിലൂടെയും ഇതെല്ലാം നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. എപ്പോഴും നമ്മൾ ഇപ്പോൾ പോളിസിസ്റ്റിക് ഓവറി വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട് നമ്മളുടെ പെൺകുട്ടികൾക്ക്. അപ്പൊ അത് ഷുഗർ വരാൻ ചാൻസ് വളരെ കൂടുതൽ ഉള്ള ഒരു അസുഖമാണ്. അപ്പൊ എപ്പോഴും നമ്മൾ പ്ലാൻഡ് പ്രഗ്നൻസി അത് എല്ലാവർക്കും വളരെ പ്രധാനമാണ്. നമുക്ക് ഒരു ഫാമിലിയിൽ പ്രമേഹമില്ലാത്ത ഒരു ഫാമിലി കേരളത്തിൽ ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ നമ്മൾക്ക് എല്ലാവരും, നമ്മൾ ഇന്ത്യൻ ജനത പൊതുവേ തന്നെ ഒരു പ്രമേഹത്തിന്റെ ചാൻസ് കൂടുതലുള്ള ഒരു പോപ്പുലേഷനാണ് നമ്മൾ ഇന്ത്യക്കാർക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കൊല്ലത്തിലൊരിക്കലെങ്കിലും ഈ ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ ഷുഗർ എന്ന് പറയുന്ന ഒരു അസുഖത്തിനെ കുറിച്ചിട്ട് അവെയർ ആയിരിക്കുകയും കൊല്ലത്തിലൊരിക്കലെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതും എപ്പോഴും നല്ലതാണ്. നന്ദി ഡോക്ടർ മിനി ജി പിള്ള. നിങ്ങളുടെ ഉൾക്കാഴ്ചകൾ ജൻവാണി ശ്രോതാക്കൾക്ക് നിർണായകമായ അറിവുകൾ നൽകി. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രമേഹത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി USV നടത്തുന്ന CSR സംരംഭമായ ബീറ്റ് ഡയബറ്റിസ് എന്ന പരിപാടി. ടീം റേഡിയോ ജൻവാണി 90.8 FM. മലയാളത്തിന്റെ പ്രിയ തരംഗം, മലയാളികൾ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന മലയാളത്തിന്റെ പ്രിയ തരംഗം റേഡിയോ ജൻവാണി 90.8 FM.